ഞങ്ങളെ നയിച്ചിരുന്ന ഒരു 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 പ്രതീകമായിരുന്നു ബേബി സഖാവ്. ബേബി സഖാവ് സംസാരിക്കുമ്പോൾ ഇപ്പം വന്ന് പ്രസംഗിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അത് ബേബി സഖാവിൻ്റെ വായന, വിവിധ വിഷയങ്ങളിലുള്ള താല്പര്യം ഒക്കെ അന്നേ അതിലുണ്ടായിരുന്നു. അന്ന് തന്നെ വ്യത്യസ്തമായൊരു ഭാഷ, ഏറ്റവും നല്ല ഭാഷ നമ്മുടെ ആളുകൾ സംസാരിക്കുന്നു എന്ന് നമ്മൾ കേൾക്കുന്ന ആ ഒരു അനുഭവം കൂടിയായിരുന്നു അത്. അന്ന് അങ്ങനെ ഒരു മാതൃകയായ ഒരാൾ തൻ്റെ ആദ്യത്തെ ലാപ്പ് അദ്ദേഹം എങ്ങനെ നിർവഹിച്ചു എന്നതാണ് ഇപ്പോഴത്തെ ജനറൽ സെക്രട്ടറി പദത്തിൻ്റെ നിർവഹണത്തിനും ഉള്ള ഗ്യാരണ്ടി എന്ന് ഇന്നും വിശ്വസിക്കുന്ന അന്നത്തെ കൗമാരക്കാരനാണ് ഞാൻ. അതുകൊണ്ടാണ് കൗമാരക്കാരൻ ഇപ്പൊ ചന്ദ്രശേഖറാണോ അന്നത്തെ കൗമാരക്കാരൻ എൻ്റെ ഉള്ളിൽ പറയുന്നത്. അതാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ എല്ലാ തലമുറയിലുള്ളവരും ഇത് കേൾക്കുന്നുണ്ടായിരിക്കും. ആ തലമുറയിൽ നിന്നുകൊണ്ട് അന്ന് ബേബി സഖാവ് നിർവഹിച്ച ആ ഒരു പ്രസിഡന്റ് പദം ആ കാലത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കി എന്തെങ്കിലും പറയും. അത് പിന്നെ കോടിയേരി ബാലകൃഷ്ണനും ഞാനും ജി സുധാകരനും ഒക്കെ SFIയുടെ ഭാരവാഹികളായിരിക്കുന്ന ആ കാലം അതൊരു സംക്രമണകാലം, ഒരവസ്ഥയിൽ നിന്ന് മറ്റൊരവസ്ഥയിലേക്ക് പരിവർത്തന സംഭവിക്കുന്ന ഒരു കാലമെന്ന് പറയണം. കാരണം KSFൽ നിന്നുള്ള അതെ, ഞാൻ സ്കൂളിൽ പ്രവർത്തിക്കുമ്പോൾ KSF ആണ്, കേരള സ്റ്റുഡൻസ് ഫെഡറേഷനാണ്, ചുവന്ന കൊടിയാണ് ഉണ്ടായിരുന്നത്. അന്ന് പ്രാക്കുളം സ്കൂളിൽ സി ഭാസ്കരൻ, അഖിലേന്ത്യാ പ്രസിഡന്റ് സി ഭാസ്കരൻ വന്നിട്ടുണ്ട്. അവിടെ ഒരു സമരവുമായി ബന്ധപ്പെട്ട് ജി സുധാകരൻ വന്നിട്ടുണ്ട്. പ്രാക്കുളം NSS സ്കൂളിലെ പിന്നെ ശിക്ഷാ നടപടിയുടെയൊക്കെ ഒരു വക്കിൽ എത്തുന്ന ഘട്ടമായിരുന്നു. അന്ന് സ്കൂളിൽ ഞങ്ങൾ മത്സരിക്കുക എന്ന് പറഞ്ഞാൽ തോൽക്കാൻ വേണ്ടി അറിഞ്ഞുകൊണ്ട് മത്സരിക്കുന്നു എന്നുള്ളതാണ്. തോൽക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ് സ്കൂൾ ലീഡർ സ്ഥാനത്തേക്ക്. അതിപ്പോൾ എനിക്ക് ആലോചിക്കുമ്പോൾ എനിക്കിങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് അഭിമാനം തോന്നാറില്ല. പക്ഷെ എന്നാൽ ഈ തോൽക്കാൻ വേണ്ടി മത്സരിക്കാനുള്ള ഒരു സന്നദ്ധത ഉണ്ടായിരുന്നല്ലോ എന്ന് ഞാനിപ്പം തിരിഞ്ഞു നോക്കുന്നു. അതൊരു ഒഴുക്കിൻ്റെ ഭാഗമായി സംഭവിച്ചതാണ്. കൊല്ലം SN കോളേജിൽ ചേരുമ്പോഴും അത് തന്നെയാണ് സ്ഥിതി. ആദ്യം പ്രീ ഡിഗ്രിക്ക് ആദ്യ വർഷം ഞാൻ നിന്ന് തോൽക്കുന്നു, സെക്കൻഡ് പ്രീ ഡിഗ്രിക്ക് ക്ലാസ് റെപ്രസെൻറ്റേറ്റീവായിട്ട് നിന്ന് തോൽക്കുന്നു, ഫസ്റ്റ് BAക്ക് വരുമ്പോഴാണ് ഞങ്ങളുടെ എൻറ്റയർ ടീം ജയിക്കുന്നത്. അപ്പം അങ്ങനെ ഒരു കാലം. അത് SN കോളേജ് ജയിക്കുമ്പോൾ തോമസ് ഐസക്കും NK വാസുദേവനും ഒക്കെ ചേർന്നിട്ടുള്ള CP ജീവനൊക്കെ ചേർന്നിട്ടുള്ള ടീം മഹാരാജാസിൽ ജയിക്കുന്നു. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ ചില സീറ്റുകൾ SFI ജയിക്കുന്നു. പാലക്കാട് വിക്ടോറിയ കോളേജിൽ ചില സീറ്റുകൾ ജയിക്കുന്നു. തലശ്ശേരി ബ്രണ്ടൻ കോളേജിൽ AK ബാലനും സംഘവും ഇപ്പോൾ ഉണ്ട്. അപ്പോൾ ഈ ഒരു തലമുറ സുരേഷ് കുറുപ്പൊക്കെ തുടർന്ന് പിന്നീട് വരുന്നതാണ്. അപ്പോൾ അടിച്ചമർത്തലിൻ്റെയും വേട്ടയാടലിൻ്റെയും പരാജയങ്ങളുടെയും ഒരു കാലത്ത് അതെല്ലാം അഭിമുഖീകരിച്ചുകൊണ്ട് ഘട്ടം ഘട്ടമായി ഒരു പരിവർത്തനം സാധ്യമാക്കുന്നതിൽ പങ്കുവഹിച്ച ആയിരക്കണക്കിന് സമരഭടന്മാരിൽ അതിൽ ഉൾപ്പെട്ടവരായിട്ടാണ് ഞങ്ങളെയൊക്കെ തിരിഞ്ഞു നോക്കുമ്പോൾ. 21ാമത്തെ വയസ്സിലല്ലേ SFIയുടെ പ്രസിഡന്റ് ആവുന്നു, സ്റ്റേറ്റ് പ്രസിഡന്റ് ആവുന്നു. സ്റ്റേറ്റ് പ്രസിഡന്റ് ആകുമ്പോൾ യഥാർത്ഥത്തിൽ അത്രയില്ല. ഞാൻ ഏപ്രിലാണ്, മാർച്ച് മാസമാണ് ഇവിടെ VJT ഹാളിൽ, ഇപ്പോഴത്തെ അയ്യങ്കാളി ഹാളിൽ സമ്മേളനം നടക്കുന്നത്. പ്രകാശ് കാരാട്ടാണെന്ന് അഖിലേന്ത്യാ പ്രസിഡന്റ് അതിൽ പങ്കെടുക്കാൻ വന്നിട്ടുള്ളത്. 20 വയസ്സ് പൂർത്തിയാകുന്നതിന് മുമ്പാണ്. ഒരു വലിയ കാര്യമാണ്, വലിയ സംഭവമാണത്.